ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അറേബ്യൻ ടേസ്റ്റിലുള്ള ഒരു കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ മുന്നേ കുനാഫയുടെ ഡോ കിട്ടാത്ത സമയത്ത് സേമിയ വെച്ചിട്ട് കുനാഫ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കുനാഫയുടെ ഒറിജിനൽ ഡോ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുമ്പൊന്നും ഇവിടെയൊന്നും കുനാഫയുടെ ഡോ അങ്ങനെ കിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ബേക്കിംഗ് പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കുനാഫ ഡോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ക്രീം കുനാഫയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ക്രീം തയ്യാറാക്കാം. ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ പാലിൽ നന്നായിട്ട് കലങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മാറ്റി വെച്ചിട്ടുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ കുനാഫയിൽ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ അതിൽ ആ മധുരം ഉണ്ടാവും. പിന്നെ ക്രീമിൽ വേണ്ട ആ ഒരു മധുരം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് കുറുകി വരുന്നത് വരെ കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. കോൺഫ്ലവറും മൈദയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. അതായത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രീം ചീസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഈ ഒരു ഡയറി ക്രാഫ്റ്റിൻ്റെ ക്രീം ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ക്രീം ചീസിൻ്റെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ക്രീമിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് പഞ്ചസാരയൊക്കെ ക്രീമിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ ക്രീം ഒന്ന് മെൽറ്റായിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ക്രീം ഒന്ന് ചൂടായിട്ട് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ കുനാഫയ്ക്ക് വേണ്ട ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുനാഫ ഡോ. അപ്പോൾ ഞാനിത് ബേക്കിംഗ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 250 ഗ്രാമിൻ്റെ ഒരു ചെറിയ ബോക്സാണിത്. 249 രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഫ്രീസറിൽ വെച്ച കുനാഫ ഡോ ആണെങ്കിൽ അത് പുറത്തെടുത്ത് ഒരു 3-4 മണിക്കൂർ ഒന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ശേഷം വേണം കേട്ടോ നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഡോ കത്തി വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ സേമിയത്തിൻ്റെ ഒക്കെ ആ ഒരു വലിപ്പത്തിൽ കിട്ടുന്ന രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ ഒരു ഡോ മുഴുവനും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേർപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ ഒരു 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി മെൽറ്റാക്കി എടുത്തിട്ടുള്ള ഈ ബട്ടർ നമുക്ക് ഈ ഒരു ഡോയിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കുന്നത് പോലെ ഒന്ന് ബട്ടർ ഒഴിച്ചിട്ട് ഈ ഒരു ഡോ മുഴുവനായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ ബട്ടർ. അങ്ങനെയൊന്ന് നനച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ബട്ടർ മെൽറ്റാക്കിയത് മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു ഡിസ്പോസിബിളിൻ്റെ അലുമിനിയം ട്രേയിലാണ് കേട്ടോ, അലുമിനിയം ഫോയിലിൻ്റെ ട്രേയിലാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓവനിലും ബേക്ക് ചെയ്യാനും വെക്കാം. അതിലേക്ക് നമുക്ക് കുനാഫയുടെ ഡോ പകുതി ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിൽ നിന്ന് പകുതി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ
അപ്പോൾ നമ്മളിവിടെ നമ്മളുണ്ടാക്കി എടുത്തിട്ടുള്ള മുഴുവൻ ക്രീമും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കുനാഫ ഡോ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കൺവെൻഷൻ ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം കളറ് മാറുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചർ നോക്കിയിട്ട് അതിനനുസരിച്ച് ടൈം വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പൊക്കെ തയ്യാറാക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്കൊരു 2 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചത് കാരണം മുകൾ ഭാഗം തന്നെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി പാനിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. വേറൊരു പാനിലോട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് പിസ്താഷ്യൂ പൊടിച്ചത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു ഫോയിൽ ട്രേൻ്റെ ലിഡാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പുറത്തൊക്കെ കുനാഫ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ബോട്ടിലിൽ ഷുഗർ സിറപ്പും കൂടെ കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് സെർവ് ചെയ്യാൻ നേരം ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുനാഫ ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ തണുപ്പിച്ചെടുത്തിട്ടില്ല. അപ്പോൾ തണുപ്പിച്ചെടുക്കാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ കോരി കഴിക്കുന്ന ആ ഒരു രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കുനാഫ സെർവ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞങ്ങൾ തണുപ്പിച്ചിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത്. തണുപ്പിച്ചാൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം തണുപ്പിച്ചിട്ട് കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ. അതാണ് എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആവില്ലല്ലോ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്